പറയേണ്ട അവരുടെ കോൺഗ്രസിനകത്തുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ പറയട്ടെ. എനിക്കിത് പറയേണ്ട കാര്യമില്ല എന്ന് പറയാൻ കാര്യം ഞാൻ ഇടതുപക്ഷം ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചവനല്ലേ. പിണറായി തുടർന്ന് ഭരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പരസ്യമായി പറഞ്ഞവനല്ലേ. എൻ്റെ ആഗ്രഹം നടക്കുമോ നടക്കാതിരിക്കുമോ ചെയ്യട്ടെ എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അത് നടന്നില്ല. അത് നടക്കാതെ പോയതിൻ്റെ പാർട്ടിയുടെ കുറ്റങ്ങളും കുറവുകളും അത് പഠനം നടത്തിക്കൊണ്ടിരിക്കണ്ടേ. അവർ പഠിക്കട്ടെ, പരിശീലിക്കട്ടെ. ഘടകകക്ഷികളുടെ ഒരു സമ്മർദ്ദം ഉണ്ടായതാണ് ഒരാളെ മാത്രം മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള സമ്മർദ്ദം. സാധാരണ ഗതിയിൽ കീഴ്വഴക്കം കോൺഗ്രസ് ഇല്ലാത്തതാണ്. കാണുമായിരിക്കാം. ഘടകകക്ഷികളുടെ സമ്മർദ്ദം ഉണ്ടെന്ന് നേരത്തെ തൊട്ട് പറയാറുണ്ട്. ഇപ്പോൾ തന്നെ സുകുമാരൻ നായർ അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്. സുകുമാരൻ നായർ സാറ് അദ്ദേഹം പറയുന്ന എല്ലാ തരത്തിനോടും യോജിക്കാൻ എനിക്ക് തയ്യാറല്ല, എനിക്ക് യോജിപ്പുമില്ല. എന്നാലും അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു അനവസരത്തിലാണെന്ന് പറഞ്ഞു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തീർച്ചയായും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയണമായിരുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം അനവസരത്തിൽ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. വരാൻ പോകുന്ന യുഡിഎഫ് ഭരണത്തിൽ ലീഗിന് മേൽക്കൈ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ലീഗ് ആയിരിക്കുമോ? അല്ല, അതിന് സംശയം എന്താണ്? അത് മനസ്സിലാക്കാൻ പടിയുന്നവരെ പോകേണ്ട കാര്യമില്ല. ലീഗിനായിരിക്കും പ്രാമുഖ്യം ഉണ്ടാകും. ഒരു രണ്ടാമത്തെ ഏറ്റവും പ്രബല കക്ഷി അവരാണ്. പണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് അവർ മന്ത്രിസഭയെ തീരുമാനിക്കും, വകുപ്പ് തീരുമാനിക്കും, വകുപ്പ് എടുക്കും. അതൊരു സ്റ്റൈലും പ്രവർത്തന രീതിയും പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നൊരു സമ്മർദ്ദ ഗ്രൂപ്പായി നിന്നുകൊണ്ട് അവർ പറയുന്നതെല്ലാം നടത്തിയെടുക്കാനുള്ള ശേഷിയും അവർക്കുണ്ട്. വേണ്ടായിരുന്നു. കാരണം രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് മെയ്വഴക്കമുള്ള ഒരാളാണ്. എല്ലാവരും ഇപ്പം തന്നെ ഇത് ഭരണം ഏറ്റ് എത്ര നാളിത് യോജിച്ചു പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. ഞാനതിന് തല്ലി പിരിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനതിനെ പറയുന്നില്ല. എന്നാലും വളരെ നയപരമായി പക്വമായി എല്ലാവരും നയിച്ചു കൊണ്ടുപോകാനുള്ള മെയ്വഴക്കവും ഉള്ള ആളും മിസ്റ്റർ രമേശ് ചെന്നിത്തലയാണ്. കാരണം ഒരുപാട് കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്, ഒരുപാട് അനുഭവജ്ഞാനമുണ്ട്. ഒരുപാട് പേരുടെ സീനിയറായ ആളുകളെ മൺമറഞ്ഞു പോയ പല ആളുകളുടെ ഇരുന്ന് പ്രവർത്തിച്ച് രാഷ്ട്രീയം നല്ലപോലെ അറിയാവും. അതുപോലെ മനസ്സിലാക്കി രാഷ്ട്രീയം മനസ്സിലാക്കി വളരെ മെയ്വഴക്കത്തോടും വിനയത്തോടും സഹവർത്തത്തോടും ബാക്കിയുള്ളവരെ കൂടി കൊണ്ടുപോകാനുള്ള ഒരു കഴിവുള്ളതാണ് മിസ്റ്റർ രമേശ് ചെന്നിത്തല. സത്യം പറഞ്ഞാൽ എപ്പോഴും അവഗണിക്കപ്പെടുന്നൊരു ഭാഗ്യദോഷിയാണെന്ന് പറയാൻ. കാരണം എപ്പോഴും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനം വഴിയേ വന്നിട്ടുണ്ട്, അവസാനം കിട്ടിയിട്ടില്ല. ഏറ്റവും വലിയ സീനിയറാണ്. ഏതെല്ലാം പൊസിഷനിൽ നിന്നാണ്, സെൻട്രൽ തന്നെ ഇത് വലിയ പൊസിഷനിൽ നിന്നാണ്, AICCയിലും എല്ലാം. അങ്ങനെ വലിയ പൊസിഷനിൽ ഇരിക്കാമെന്നും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിലെ എത്രയോ വലിയ നിലയിൽ സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ ഇരിക്കുന്നു. ഇപ്പം അവിടെ എങ്ങും രമേശ് എത്തില്ല. അദ്ദേഹം ഇപ്പോഴും ഹരിപ്പാട് കിടക്കേണ്ട ഒരു ദുരവസ്ഥയാണ്. അദ്ദേഹത്തിന് മാന്യമായൊരു കൺസിഡറേഷൻ കൊടുക്കാമായിരുന്നു. പക്ഷെ ഗ്രൂപ്പിസത്തിൽ അദ്ദേഹത്തിന് ബലിയാടായി പോയി എങ്കിൽ നമ്മളത് ഉത്തരവാദിയല്ല. തൊടുപുഴയിൽ താങ്കൾക്കെതിരെയും SNDP യോഗത്തിനെതിരെയും ഒക്കെ മുദ്രാവാക്യം കുറിച്ചുകൊണ്ട് യൂത്ത് ലീഗ് ഒരു പ്രകടനം നടത്തി അല്പസമയത്തിന് മുമ്പ്. നടത്തട്ടെ, അവർ നടത്തട്ടെ. അതല്ലേ ഈ കൊഴുത്തത്തെ പ്രശ്നം. അവിടെ ഈ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മിടുക്കനായ നല്ല നിയമജ്ഞനായ ഒരാളാണ് അവിടെ നിന്ന് ജയിച്ചത്, തൊടുപുഴയിൽ നിന്ന്, കുഴിമാടൻ. മാത്രമല്ല അദ്ദേഹത്തെ ഞാൻ മൂവാറ്റുപുഴ കാര്യമാണ് പറഞ്ഞത്, എനിക്കധികം പറഞ്ഞില്ല. ആകട്ടെ, നടത്തട്ടെ. PJ ജോസഫിൻ്റെ നാട്ടില അതെ. അതെന്താ കാര്യം? അവിടെ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സമയത്ത് NSSനെതിരെയും താങ്കൾക്കെതിരെയും SNDP യോഗത്തിനെതിരെയും കുമാരൻ നായർക്കെതിരെയും ഒക്കെയാണ് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയത്. അതിലൂടെ അതിനുള്ള അവകാശം അവർക്കുണ്ടല്ല. ഞാൻ ഇവർ അവിടെയാണ് അത് ചെയ്തു തരാമെന്ന് നിങ്ങൾ ഓർത്താൽ മതി.
ഈ ചെയ്തതെല്ലാം ആര് ജയിച്ചും തോറ്റലുമല്ല, ഇറങ്ങി വരാൻ ജനാധിപത്യത്തിൽ മര്യാദയും മാന്യതയും ഉണ്ടോ? ഇതിൻ്റെ സൂചന എന്താണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഈ ഭരണം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഭരണകക്ഷിപ്പെട്ട MLA-ക്കെതിരെ പോലും മൂവാറ്റുപുഴ ചെയ്തില്ലേ? അവിടെ റിസപ്ഷൻ പോലെ നടത്താൻ സാധിച്ചോ? ആരാ ഇറങ്ങി പ്രകടനം നടത്തിയത്? അപ്പോൾ ഈ അഭിപ്രായങ്ങൾ പറയാം. ഭരണകക്ഷിപ്പെട്ട ആളുകൾ തന്നെ പ്രകടനമായിട്ട് നടക്കുമ്പോൾ ആരാണ് നടന്നതെന്ന് ആലോചിച്ചു. ഇതെല്ലാം കാത്തിരുന്ന് കാണാം ഭരണം എങ്ങനെ ഇരിക്കുന്നു. ഈ അങ്ങ് മുസ്ലിം ലീഗിന്റെ നടത്തിയ പ്രതികരണം അത് സംസ്ഥാനത്തുടനീളം ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാക്കിയെന്നാണ് പൊതുവെ വിലയിരുത്തൽ. എന്ന് പറഞ്ഞാലൊക്കെ ഞാൻ മുസ്ലിം ലീഗിന് എതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞത് അതിപ്പോഴും ഞാൻ തറപ്പിച്ച് പറയുന്നു. അതിനിത്ര എന്തിനാണ്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു സംവാദത്തിന് വാ, എന്നോട് പറഞ്ഞതും അവർ പറഞ്ഞതൊക്കെ പറയാം. അതിന് മുസ്ലിം ലീഗിനോട് പറഞ്ഞത് മുസ്ലിം സമുദായത്തിനാണെന്ന് വരുത്തിക്കൊണ്ട് അഖില ലോകാടിസ്ഥാനത്തിൽ എനിക്കെതിരെ പ്രചരിപ്പിക്കുവാൻ മുസ്ലിം ലീഗ് തയ്യാറായി എന്നുള്ളതാണ്. അതെനിക്ക് എന്ത് ചെയ്യാനൊക്കും? NSSനെ എതിർക്കുന്നു, എന്നെ എതിർക്കുന്നു. അവർ പിന്നെ ആരെ എതിർക്കാത്തത്? അദ്ദേഹത്തെ അവർ ഏറ്റവും വല്ല പറഞ്ഞു ഷാജി മതമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറയും ജാതി പറയാത്ത എന്താണ്? ഞങ്ങൾ 9 കൊല്ലം കൊണ്ട് നഷ്ടപ്പെട്ടു. ആ 9 കൊല്ലം പോയത് ഇനി എല്ലാം കൂടെ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നിട്ട് പറഞ്ഞിട്ട് ഇവിടെ ചർച്ചയില്ലല്ലോ, ഒരു പ്രകടനമില്ലല്ലോ, വേറെ ആരും അത് ഏറ്റുപിടിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങില്ലല്ലോ. ഇതൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ മതസൗഹാർദ്ദമാണുണ്ട്, മതവിദ്വേഷമാണ് ഒരു വിഭാഗം ആളുകൾ. അധികാരം കിട്ടിയാൽ ഇനി എന്തൊക്കെ ചെയ്യുന്നു കണ്ടറിയാം. നമുക്ക് കൂടുതൽ സംവാദത്തിലേക്ക് പോകണം. ഒരു കാര്യം NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ എല്ലാ മാനദണ്ഡങ്ങളും കീഴ്വഴക്കങ്ങളും തിരിച്ചുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അതിനകത്ത് പല കാര്യങ്ങളും ഇനി തുറന്നു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. താക്കോൽ സ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് കോൺഗ്രസ് എത്തിച്ചത്. ലീഗിന്റെ ചില ആവശ്യങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പറച്ചിലൂടെ എല്ലാത്തിനും എനിക്ക് യോജിക്കാൻ നിർത്തിയില്ല. അദ്ദേഹം ഈ അവസരത്തിൽ ഇതുപോലുള്ള പറച്ചിലും സ്റ്റേറ്റ്മെൻറ്റും ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാം കാര്യം കഴിഞ്ഞ ശേഷം താക്കോലിൻ്റെ കാര്യവും പൂട്ടിൻ്റെ കാര്യവും ഇപ്പോൾ ഇരുന്ന് പറഞ്ഞപ്പോൾ NSSൻ്റെ എല്ലാ അഭിപ്രായത്തോടും എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി NSS വീണ്ടും ശബ്ദം ഉയർത്തുമെന്നാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ശരിയായില്ല എന്നാണ് പറഞ്ഞത്. NSSൻ്റെ അതാണ് ഉദ്ദേശത്തിൽ പറഞ്ഞെങ്കിൽ ആ പാവം പിന്നെ രമേശിൻ്റെ തന്നെ ഭാവി നശിപ്പിക്കുകയല്ലേ. എന്തിനിങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നത്? സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പോരെ, അവർക്ക് കിട്ടാനോ മേടിക്കാനോ വല്ലതും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ ഇതിന് താക്കോല് വേണം, പൂട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ പറഞ്ഞത് അനുചിതമായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മുഖ്യമന്ത്രി വന്നു, പ്രതിപക്ഷ നേതാവായിട്ട് വന്നിട്ടില്ല, വീണ്ടും പിണറായിനെ വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനിയാ എൻ്റെ ആഗ്രഹം ഇപ്പോഴും നിലനിൽക്കുക. പക്ഷേ വന്നില്ല, എന്ത് ചെയ്യാനൊക്കെ? ഞാൻ അന്നും പറയും, ഇന്ന് പറയും, നാളെ പറയും മുഖ്യമന്ത്രിയായിട്ട് പിണറായി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ജനം വോട്ട് ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്യാനൊക്കെ? പിന്നെ വരുന്നവരാരാണ്? ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് നിന്ന് ആയത് മുഖ്യമന്ത്രിയായാലും അവർ നമ്മൾ അംഗീകരിക്കണം. അത് ഞാനും അംഗീകരിക്കും. നന്ദി, നമസ്കാരം.